നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ആരും എറിഞ്ഞു? അമ്മയാണോ? ഒന്ന് പോടി. എന്നെ ആരും എറിഞ്ഞു? അപ്പൊ പിന്നെ ആരാ നമ്മളെ എറിഞ്ഞു? പുറത്തുനിന്ന് ആരെങ്കിലും എറിഞ്ഞതാവോ? അതിന് ഈ വാതിലൊക്കെ അടഞ്ഞു കിടക്കണല്ലേ അമ്മേ? ജനാലി അടഞ്ഞു കിടക്കണല്ലോ. ദേ മോളെ, ഇതുകൊണ്ടാ ഇറങ്ങിയ. എന്നാലും ആരാ ഈ പണി ചെയ്തേ? ഇനിയാ ഗംഗയെങ്ങാനും ഇറങ്ങിട്ട് ഓടിയതാവോ? അവളെന്താ മായാവിയോ? വാതിൽ തുറക്കാതെ അകത്ത് കയറാൻ? പിന്നെ ഈ കല്ലെങ്ങനെ അകത്ത് വന്നു? ഇതാ ഗംഗയുടെ പണി തന്നെയാ. അവൾക്ക് കൂട്ടാ പ്രേതം ഉണ്ടല്ലോ. അത് ശരിയാ. നമുക്ക് എന്തായാലും ഗംഗയുടെ റൂമിലോട്ടൊന്ന് പോവാ. അവളവിടെ ഉണ്ടോന്നറിയുമോ? ഈ രാത്രിയിൽ അങ്ങോട്ട് പോണോ മോളെ? എനിക്ക് നല്ല പേടിയാവുന്നു. അമ്മ ഒന്ന് വന്നേ. വാ. ഗംഗയ്ക്കെതിരെ ആരെന്ത് ചിന്തിച്ചാലും അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കും. അവർക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടികളായിരിക്കും അത്. മഹി, മഹേട്ടാ, മഹി, മഹേട്ടാ, 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 വാതില് തുറക്കും മഹേട്ടാ. എന്താ ആന്റി, നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ? അതൊക്കെ പറയാം. മഹി ഗംഗയെന്ന് വിളിച്ചേ. എന്തിനെ? ഗംഗ നല്ല ഉറക്കാം. മഹേട്ടനൊന്ന് വിളിക്ക്, അത്യാവശ്യമായിട്ടല്ലേ. ശരി, ഇപ്പൊ വിളിക്കാം. ഗംഗേ, ഗംഗേ, ഗംഗേ. അതെന്താ മഹി, അവള് നിനക്കൊപ്പം അല്ലേ കിടന്നേ? കിടക്കുമ്പോ ഒപ്പം ഉണ്ടായിരിക്കും അമ്മേ. പക്ഷേ ഉറക്കത്തിൽ അവൾ എഴുന്നേറ്റ് പോയതിന് പാവം മഹിയേട്ടൻ എന്ത് ചെയ്യാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നീ ദേഷ്യപ്പെടാതെ മഹി. ഈ പാതിരാത്രിയിൽ നീ പോലും അറിയാതെ അവൾ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ പോക്ക് അത്ര ശരിയല്ല. വീടിന്റെ പടി കയറാൻ പോലും അർഹതയില്ലാത്തവരെ ബെഡ്റൂം വരെ കയറ്റിയ ഇതാവും ഫലം. എന്നാലും അവള് എന്ത് വൃത്തികേടായി കാണിക്കുന്നത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഓരോന്ന് ഈ വിളിച്ചു പറയുന്നത്? ഗംഗ അത്തരം പെണ്ണല്ല. അയ്യോ, പാതിരാത്രിയിൽ ഭർത്താവ് അറിയാതെ കറങ്ങി നടക്കുന്നവര് കുലീനകളാണെന്നാണോ മഹി പറയുന്നേ? ഗംഗേ, ഗംഗേ, ഗംഗേ. മഹിയേട്ടൻ വെറുതെ വിളിച്ചു കൂവയൊന്നും വേണ്ട. അവളെവിടെയൊന്നും കാണില്ല. മഹിയേട്ടനെ ഉറക്കി കിടത്തിയിട്ട് അവൾക്ക് ഈ സഞ്ചാരമൊക്കെ പതിവാ. നീ ശ്രേയോട് ദേഷ്യപ്പെടുന്നും വേണ്ട. അവള് പറഞ്ഞത് സത്യം. അല്ലെങ്കിൽ നീ പറ, അവളെവിടെ? ഗംഗ ഇത് എവിടെയാ പോയത്? ഇവര് പറയുന്നതൊക്കെ ശരിയായിരിക്കോ? അവള് എന്നെ ചതിക്കുവാണോ? മഹിയേട്ടാ, ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ വന്ന് ഗംഗയെ നോക്ക്. ശരിയാ, നിനക്ക് ഭാഗ്യമുണ്ടെങ്കിലേ അവളുടെ രഹസ്യക്കാരനൊപ്പം തന്നെ ഗംഗയെ കൈയോടെ പൊക്കാം. എനിക്ക് ഈ പൂജ മുഴുവൻ ചെയ്തു തീർക്കണം. നിന്റെ ആരോഗ്യം കളഞ്ഞുള്ള നന്മയൊന്നും ഈ വീടിന് വേണ്ട. അങ്ങനെ പറയല്ലേ മഹിയേട്ടാ, ഞാൻ ഈ പൂജ മുഴുവൻ ചെയ്തോട്ടെ. ശരി, വേഗം വരണം. ശരി.
ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് തന്നെ അവരെല്ലാം കൂടി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയേനെ. നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കില്ല ഗംഗെ. എന്റെ ശ്രീ മഹേശ്വര രക്ഷിക്കണേ. മഹേട്ടൻ എന്നെ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ. ഇനി എന്ത് ചെയ്യും? ഗൗരി ചേച്ചിയെ വിളിക്കാം. ഗൗരി ചേച്ചി, ഗംഗെ, ഗൗരി ചേച്ചി, ഞാൻ ഭട്ടതിരിയുടെ അടുത്തേക്ക് പൂജയ്ക്ക് പോയതാ. തിരിച്ചു വന്നപ്പോ ഇവിടെ എല്ലാരും എന്നെ തേടി നടക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ അകത്തേക്ക് കയറിയ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. നീ പേടിക്കണ്ട ഗംഗെ, നിന്നെ ഞാൻ രക്ഷിക്കാം. ഗംഗ, അകത്ത് കയറി പ്രാർത്ഥിച്ചു നിന്നോളൂ. എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ, അതാ ഇവിടെ നിർത്തിയത്. ശരി ചേച്ചി. ഗംഗ എവിടെ നിൽക്കുന്നു? ചേച്ചി, ഒരു സംശയം. എന്താ? ചേച്ചി, ഞാൻ മുൻവാതിൽ തുറന്ന പുറത്തിറങ്ങിപ്പോയത്. പക്ഷെ ഞാൻ വന്നപ്പോ വാതിൽ അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുന്നു. അതുകൊണ്ടാ മഹേട്ടനെ സംശയിക്കാതിരുന്നത്. വാതിലിനെ കുറ്റിയിട്ട് എന്നെ രക്ഷിച്ചത് ആരാ? അതറിയില്ല. നീ വാ, നമുക്ക് നോക്കാം. ചേച്ചി, ഇത് അത് മാറ്റി പിടിക്കേ. എനിക്ക് അതിന്റെ അടുത്ത് നിൽക്കാനാവില്ല. എന്താ ചേച്ചി ഇത്? ഇന്ന് നീ ഭട്ടതിരിയുടെ അടുത്ത് ഉഗ്രമൂർത്തിയായ ചാത്തനെ ഉപാസിച്ച് പൂജ നടത്തിയില്ലേ? അതിൽ പ്രസാദിച്ച് നിന്റെ രക്ഷയ്ക്കായി ചാത്തൻ എത്തിയിട്ടുണ്ട്. ആ സാന്നിധ്യ ഇതിൽ നിന്നും അറിയുന്നത്. ഭഗവാനെ രക്ഷിക്കണേ. അപ്പോ ഭട്ടതിരി പറഞ്ഞതെല്ലാം സത്യമാണോ? അതെ, ഉഗ്രമൂർത്തിയ ഗംഗെ, നിന്റെ ഭക്തിയും ഉപാസനയും ആത്മാർത്ഥമായതുകൊണ്ടാ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നത്. അനിഷ്ടം വരുന്നതൊന്നും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത്. പെട്ടെന്ന് പ്രസാദിക്കുന്നവർ പെട്ടെന്ന് കോപിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. അത് മറക്കണ്ട. ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.